ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ 50,000 വോട്ടിന് ജയിച്ച ബീഹാറിലെ ബങ്കിപ്പൂർ മണ്ഡലത്തിൽ വെറും 8 മാസം കഴിയുമ്പോഴേക്കും 20,000 വോട്ടിന് ബി.ജെ.പി. തോറ്റിരിക്കുന്നു. ഒറ്റ ഒരു മണ്ഡലത്തിൽ മാത്രം 72,000 പേര് അങ്ങനെ ബി.ജെ.പി. വിട്ടിരിക്കുന്നു എന്നർത്ഥം. അതുപോലെ നരോത്തം മിശ്ര എന്ന മധ്യപ്രദേശിലെ മുൻ ആഭ്യന്തരമന്ത്രിയും RSSന്റെ ഏറ്റവും പ്രിയങ്കരനുമായ ബി.ജെ.പി. നേതാവ് കുത്തകയാക്കി വെച്ചിരുന്നൊരു മണ്ഡലം ദാത്തിയ, അതും കോൺഗ്രസ് സ്വന്തമാക്കിയിരിക്കുന്നു. ഈ രാജ്യം മുഴുവൻ നിയന്ത്രിക്കാനും ജയിപ്പിക്കാനും ഉത്തരവാദപ്പെട്ട മണ്ഡലത്തിലെ ബി.ജെ.പി. അധ്യക്ഷൻ തോറ്റതോടെ ബി.ജെ.പിയുടെ കിളി പോയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കേവല ഭൂരിപക്ഷം പോലുമില്ലാത്ത ബി.ജെ.പി. കേന്ദ്രം ഭരിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ മനോബലത്തെ ആശ്രയിച്ചാണ് ആ സർക്കാർ മുന്നോട്ട് പോകുക. പക്ഷേ ശക്തിയെല്ലാം ചോർന്നിരിക്കുന്നത് ആ മോദിയെയാണ് ഇപ്പോൾ രാജ്യം കാണുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് നമുക്കറിയാം നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുടെ പേരിൽ അതിശക്തമായ പ്രക്ഷോഭത്തിനൊടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് രാജിവെക്കേണ്ടി വന്നത്. കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പി. സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു ഇത്. ഒരുപക്ഷെ 12 വർഷത്തിന് ശേഷം നരേന്ദ്രമോദി കീഴടങ്ങിയ സംഭവമായിരുന്നു അത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 3 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ 2 സംസ്ഥാനങ്ങളിലും ബി.ജെ.പിക്ക് കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. പാർട്ടി ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളായ ബീഹാറിലെ ബങ്കിപ്പൂർ സീറ്റിലും അതുപോലെ പാർട്ടിയുടെ കുത്തകയായ മധ്യപ്രദേശിലെ ദാത്തി സീറ്റിലുമാണ് ബി.ജെ.പിക്ക് ഇങ്ങനെ നാണം കെട്ട തോൽവി സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ ബങ്കിപ്പൂർ ആകട്ടെ പാർട്ടി അധ്യക്ഷൻ നിതിൻ നബീൻ ഒഴിഞ്ഞ സീറ്റാണ് എന്നുള്ളതാണ് പ്രാധാന്യം. ഉപതെരഞ്ഞെടുപ്പുകളിൽ സാധാരണയായി ഭരണകക്ഷികൾക്ക് മുൻതൂക്കം ലഭിക്കാറാണ് പതിവ്. എന്നാൽ അതെല്ലാം തെറ്റിച്ചുകൊണ്ട് ബി.ജെ.പിക്കെതിരെ അതിശക്തമായ ജനരോഷമാണ് രാജ്യത്ത് ഇരമ്പി വന്നത്. എന്നാൽ ആശ്വാസമായി ഒരു പേരിന് ഗുജറാത്തിലെ മഞ്ചൽപൂർ നിയമസഭാ സീറ്റിൽ വിജയിച്ചു എന്ന് പറയുന്നു. 60% ജനങ്ങൾ വോട്ട് ചെയ്യാതെ മാറി നിന്ന ഈ മണ്ഡലത്തിൽ ബി.ജെ.പിയെ വെറുക്കുന്നവരാണ് വോട്ടിന് പോകാതിരുന്നതും അവരാണ് കൂടുതൽ എന്നുള്ളതും രാജ്യം പ്രത്യേകം ചർച്ച ചെയ്യുകയാണ്. അതുകൂടാതെ മറ്റ് 2 സീറ്റുകളിലെ തോൽവികൾ പാർട്ടിക്ക് കനത്ത ആഘാതം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പാർട്ടി വിലയിരുത്തി കഴിഞ്ഞു. പ്രത്യേകിച്ച് ദേശീയ അധ്യക്ഷൻ്റെ ബങ്കിപ്പൂർ സീറ്റിലെ പരാജയം, ബങ്കിപ്പൂരിലെ തോൽവി, അത് വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 50,000-ലധികം വോട്ടുകളുടെ, അതായത് 50,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് പാർട്ടി ആ സീറ്റ് വിജയിച്ച് പിടിച്ചെടുത്തത്. ഇവിടെയാണ് ജൻസ്വരാജ് പാർട്ടി അധ്യക്ഷനും പ്രമുഖ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനുമായ പ്രശാന്ത് കിഷോർ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയത്. ബി.ജെ.പി. വിരുദ്ധ ശക്തികളുടെ ഒരു കുന്തമുനയായി ഉള്ള പ്രശാന്ത് കിഷോറിൻ്റെ ഈ അരങ്ങേറ്റം ബി.ജെ.പിക്ക് രാജ്യവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ബി.ജെ.പി. സ്ഥാനാർത്ഥി നീരജ് കുമാറിനെതിരെ 20,000-നടുത്ത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് പ്രശാന്ത് കിഷോറിൻ്റെ വിജയം എന്ന് പറയുന്നത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങളുടെ തുടക്കമായിട്ടാണ് ഈ രാജ്യം കാണുന്നത്. സത്യത്തിൽ അതിശക്തമായ സംഘപരിവാർ കോട്ടകൾ ഇങ്ങനെ തകർന്ന് തരിപ്പണമാകുമ്പോൾ അതിൻ്റെ പിന്നിൽ നീറ്റ് പരീക്ഷാ ചോർച്ചയും അതിനുശേഷം നടന്ന ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭവും മോദി സർക്കാരിൻ്റെ അടിത്തറ ഇളക്കിയതാണ്. ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ തോൽവിക്ക് പ്രധാന കാരണങ്ങളിലൊന്ന് അയോധ്യ ക്ഷേത്രക്കൊള്ളയും ഉണ്ട് എന്നുള്ളത് വ്യക്തമാകുകയാണ്. ശബരിമലയിലെ കാര്യങ്ങൾ നന്നായി അറിയുന്ന നമ്മൾക്ക് ഇത് മനസ്സിലാക്കാൻ വലിയ പണിയൊന്നുമില്ല. അവിടെ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയും കാവൽക്കാരനും കള്ളന്മാരായി മാറിയപ്പോൾ ഭരിക്കുന്ന പാർട്ടി തകർന്ന് തരിപ്പണമായതാണ് കേരളത്തിൽ കണ്ടത്. അത് തന്നെയാണ് അയോധ്യയുടെ പേരിൽ ബി.ജെ.പിക്കും ഈ രാജ്യം മുഴുവൻ സംഭവിക്കാൻ പോകുന്നത്. അതിൻ്റെ തുടക്കമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. വിദ്യാർത്ഥികളോടും യുവാക്കളോടും കർഷകരോടും ഒപ്പം കോടാനുകോടി വിശ്വാസികളും ചേർന്നു കഴിഞ്ഞു ബി.ജെ.പിയെ തോൽപ്പിക്കാനെന്ന സത്യം ഈ രാജ്യം തിരിച്ചറിഞ്ഞ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇന്നലെ ഫലമായി വന്നത്. അതിൽ അമ്പരന്ന ബി.ജെ.പി. അവസാന അടവ് എന്ന നിലയിൽ വിദ്യാർത്ഥി പ്രതിനിധികളെ കാണാൻ RSS മേധാവികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അഥവാ കണ്ടാലും അയോധ്യയിലെ പകൽക്കൊള്ള, അതിൽ വിശ്വാസ സമൂഹത്തിനേറ്റ മുറിവ്, അത് ഉണക്കാൻ ബി.ജെ.പി. വലിയ വില നൽകേണ്ടി വരും എന്നുറപ്പാണ്. വിദ്യാർത്ഥി സമൂഹത്തെ പേടിച്ച് വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചുവെങ്കിൽ ഇത് സാക്ഷാൽ നരേന്ദ്രമോദിയുടെ പടിയിറക്കത്തിൻ്റെ ഒരു സൂചന കൂടിയാണ്.